Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. എലിസബത്ത് രാജ്ഞിയെ ആദരിക്കുന്ന ഒരു ദേശീയ സ്മാരകത്തിനായുള്ള ഡിസൈനുകൾ പുറത്തുവിട്ടു. ബ്രിട്ടനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജ്ഞിയുടെ സത്ത പകർത്തുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള 5 നൂതനവും കലാപരവുമായ ആശയങ്ങൾ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിന്റർ ഓക്ക് മരത്തിന്റെ ശില്പം, പ്രതീകാത്മകമായ കൽപ്പാലങ്ങൾ, കുതിരസവാരി പ്രതിമകൾ, ശാന്തമായ രാജകീയ ഉദ്യാനങ്ങൾ, താമരയുടെ ശില്പങ്ങൾ, രാജ്ഞിയുടെ ശബ്ദത്തിന്റെ ഓഡിയോ റെക്കോർഡിങ്ങുകൾ, ശബ്ദദൃശ്യങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിനടുത്തുള്ള സെന്റ് ജെയിംസ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകങ്ങൾ നിലവിൽ 2025 മെയ് 19 വരെ പൊതുജന അഭിപ്രായം തേടും. മാൽക്കം റീഡിംഗ് കൺസൾട്ടന്റാണ് ഫീഡ്ബാക്ക് ശേഖരിക്കുന്നത്. നോർമൻ ഫോസ്റ്റർ, ഫീദർ വീക്ക് സ്റ്റുഡിയോ, വിൽക്കിൻസൺ, അയർ തുടങ്ങിയ പ്രശസ്തരായ ആർക്കിടെക്റ്റുകളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നുമാണ് 5 ഡിസൈനുകൾ വരുന്നത്. UK-യിലെ ട്രെയിൻ കുറവ് പരിഹരിക്കുന്നതിനായി ഡ്രൈവർമാരുടെ ഏറ്റവും കുറഞ്ഞ പ്രായം 20-ൽ നിന്നും 18 കുറയ്ക്കുവാൻ സർക്കാർ പദ്ധതിയിടുന്നു. അതായത് പുതിയ മാറ്റമനുസരിച്ച് സ്കൂൾ പഠനം പൂർത്തിയാക്കിയവർ ഉൾപ്പെടെയുള്ള യുവാക്കൾ ഡിസംബർ മുതൽ തന്നെ ഈ ജോലിക്കായി അപേക്ഷിക്കുവാൻ കഴിയും. ട്രെയിൻ സർവീസുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനോടൊപ്പം കൗമാരക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിലവിൽ ഡ്രൈവർമാരുടെ അഭാവം മൂലം പല ട്രെയിൻ സർവീസുകളും തലേദിവസം രാത്രിയിൽ തന്നെ റദ്ദാക്കപ്പെടാറുണ്ട്. ഇതിനു പുറമെ സുഗമമായ നടത്തിപ്പിന് ഡ്രൈവർമാരും പലപ്പോഴും അധികം ഷിഫ്റ്റ് ജോലി ചെയ്യേണ്ടതായും വരുന്നു. വൈവിധ്യമാർന്ന തൊഴിൽ ശക്തി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രെയിൻ ഡ്രൈവർ റിക്രൂട്ട്മെന്റ് പ്രായം 18 കുറയ്ക്കുവാനുള്ള സർക്കാർ തീരുമാനം. നിലവിൽ മിക്ക ഡ്രൈവർമാരും വെളുത്ത വംശജരായ മധ്യവയസ്കരായ പുരുഷന്മാരാണ്. ഇവരുടെ ശരാശരി പ്രായം 48 വയസ്സാണ്. ന്യൂനപക്ഷ വംശീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരും സ്ത്രീകളും വളരെ കുറവാണ്. നിലവിലുള്ള ഡ്രൈവർമാരിൽ വലിയൊരു വിഭാഗം ഏകദേശം 25% മുതൽ 30% വരെ അടുത്ത 5 വർഷത്തിനുള്ളിൽ വിരമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ കുടിയേറ്റക്കാർക്കും ഇനി ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ സംസാരിക്കുവാൻ അറിഞ്ഞിരിക്കണമെന്ന നിബന്ധന വരുന്നു. കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുവാനുള്ള നിയമങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിബന്ധനയും. ബ്രിട്ടനിൽ താമസിച്ച് ജോലി ചെയ്യുവാൻ വിസ വേണ്ടവരെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കണമെന്ന നിബന്ധനയാണ് കീർ സ്റ്റാർമർ ഗവൺമെന്റ് നടപ്പാക്കുവാൻ ഒരുങ്ങുന്നത്. ഇമിഗ്രേഷൻ സിസ്റ്റം പൊളിച്ചിരുന്നതിന്റെ ഭാഗമായി അടുത്ത ആഴ്ച ഇറക്കുന്ന ധവളപത്രത്തിൽ ഇതുൾപ്പെടെ സുപ്രധാനമായ നിർബന്ധങ്ങൾ ഉൾപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. UK വിസ നൽകുന്നതിന് മുന്നോടിയായി കൂടുതൽ ഉയർന്ന നിലവാരമുള്ള ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് വിദേശ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു. നിലവിൽ GCSE നിലവാരത്തിന് തുല്യമായ ഭാഷാ പ്രാവീണ്യമാണ് കുടിയേറ്റക്കാർ തെളിയിക്കേണ്ടത്. എന്നാൽ ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ഭാഗമായി മാറുവാൻ ഈ പ്രാവീണ്യം പോരെന്നാണ് കരുതുന്നത്. പുതിയ നിബന്ധനകൾ പ്രകാരം ഇതിന്റെ അടിസ്ഥാന യോഗ്യത കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. രാജ്യത്തെ 27 വിമാനത്താവളങ്ങൾ അടച്ചിടുവാൻ നിർദ്ദേശിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ 27 വിമാനത്താവളങ്ങളാണ് അടയ്ക്കുക. ഈ വിമാനത്താവളങ്ങളിലെ ശനിയാഴ്ച പുലർച്ചെ വരെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ആകെ 430 വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള വടക്ക് പടിഞ്ഞാറൻ വ്യോമപാത പൂർണ്ണമായും ഒഴിവാക്കിയാണ് നിലവിൽ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നത്. ഇതിന് പിന്നാലെയാണ് വിമാനത്താവളങ്ങൾ കൂടി അടച്ചിടുവാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. മിക്ക വിദേശ വിമാന കമ്പനികളും പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. ശ്രീനഗർ, ജമ്മു, ലേ, ചണ്ഡീഗഡ്, അമൃത്സർ, ലുധിയാന, പാട്യാല, ബന്ദിത, ഹൽവാര, പഠാൻകോട്ട്, ഷിംല, ഗഗൽ, ധർമ്മശാല ഇങ്ങനെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ശനിയാഴ്ച പുലർച്ചെ വരെയാണ് നിർത്തിവച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ കിഴക്കൻ നഗരമായ ലാഹോറിൽ സ്ഫോടനം. പാക് പ്രാദേശിക മാധ്യമമായ ജിയോ ന്യൂസ് സ്ഫോടനത്തിന്റെ വാർത്ത പുറത്തുവിട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിന്റെ മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ലാഹോർ നഗരം. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്ത 2 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് നഗരമധ്യത്തിൽ സ്ഫോടനം നടന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ലാഹോറിൽ ഇന്ത്യക്കെതിരെയുള്ള വൻ സൈനിക പടയൊരുക്കം നടക്കുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് സൈനികർക്കെതിരെ ആക്രമണവുമായി ബലൂച്ച് ലിബറേഷൻ ആർമി. 14 പാക് സൈനികരാണ് BLA-യുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യയുമായി കിഴക്കൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെയാണ് ബലൂചിസ്ഥാനിലെ തന്നെ ആഭ്യന്തര സംഘർഷം ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തിന് തലവേദനയാകുന്നത്. മെയ് ആദ്യവാരത്തോടെ സൂര്യനിൽ അസാധാരണ വലിപ്പമുള്ള സൂര്യകളങ്കം കണ്ടെത്തി. AR4079 എന്നറിയപ്പെടുന്ന സൂര്യകളങ്കമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് AR4079 സൂര്യകളങ്കം കാണാൻ കഴിയുമെങ്കിലും സുരക്ഷിതമായ സൗര ഫിൽറ്ററുകളില്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടകരമാണെന്നും മുന്നറിയിപ്പുണ്ട്. ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നതും ചുറ്റുപാടുമുള്ള മറ്റു മേഖലകളേക്കാൾ താപനില കുറഞ്ഞതുമായ ഇരുണ്ട ഗോളങ്ങളാണ് സൂര്യകളങ്കങ്ങൾ. ഇവ സൗരോപരിതലത്തിലെ പ്ലാസ്മയിലെ കാന്തിക ചുഴികളാണെന്നും പറയപ്പെടുന്നു. സൂര്യകളങ്കങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന സൗരജാലങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ചാർജ് കണങ്ങളും ഭൂമിയുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ സാരമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതുവഴി ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ അറോറകൾ അഥവാ ധ്രുവദീപ്തികൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ചെന്നൈ സൂപ്പർ കിങ്സ്
കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും പുറത്താകലിന്റെ വക്കിലേക്ക് തള്ളിവിട്ടു. കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടന്ന പോരാട്ടത്തിൽ 2 വിക്കറ്റ് വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയത്. കൊൽക്കത്ത ഉയർത്തിയ 180 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് 19.4 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ ചെന്നൈ എത്തുകയായിരുന്നു. 6ാം തോൽവി വഴങ്ങിയ കൊൽക്കത്ത 11 പോയിന്റുമായി 6ാം സ്ഥാനത്താണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത പ്ലേ ഓഫിൽ കടക്കണമെങ്കിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം. 2019 ശേഷം ഇതാദ്യമായിട്ടാണ് കൊൽക്കത്ത 180 മുകളിൽ സ്കോർ പിന്തുടർന്ന് വിജയിക്കുന്നത്. ഡെവാൾ ബ്രവീസ് അർദ്ധ സെഞ്ചുറി നേടി. ശിവം ദുബൈ, ഉർവിൽ പട്ടേൽ എന്നിവരാണ് ചെന്നൈയുടെ മറ്റു പ്രധാന സ്കോറർമാർ. 18 പന്തുകൾ നേരിട്ട ക്യാപ്റ്റൻ MS ധോണി 17 റൺസുമായി പുറത്താകാതെ നിന്നു. മറുപടി ബാറ്റിംഗിൽ 5.2 ഓവറിൽ 60 റൺസ് എടുക്കുന്നതിനിടെ ചെന്നൈ സൂപ്പർ കിങ്സിന് 5 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ചെന്നൈ ജേഴ്സിയിൽ ആദ്യ മത്സരം കളിക്കുന്ന ഉർവിൽ പട്ടേലിന്റെ പ്രകടനമാണ് വിക്കറ്റ് വീഴ്ചയ്ക്കിടയിലും പവർ പ്ലേ ഓവറുകൾക്കിടയിലും ചെന്നൈക്ക് കരുത്തായത്. 11 പന്തുകൾ മാത്രം നേരിട്ട ഉർവിൽ 4 സിക്സുകൾ ഉൾപ്പെടെ 31 റൺസ് അടിച്ചു. ദക്ഷിണാഫ്രിക്കൻ യുവതാരം ഡെവാൾ ബ്രവീസും ശിവം ദുബൈയും ചേർന്നതോടെ ചെന്നൈ അനായാസം 100 പിന്നിട്ടു. അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ ബ്രവീസ് പുറത്തായി. അവസാന 24 പന്തുകളിൽ 34 റൺസായിരുന്നു ചെന്നൈക്ക് വിജയിക്കുവാൻ വേണ്ടിയിരുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.86 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.